Which of your expectations are for this sector? Infrastructure sector. So I think about one Which of your Hi. Peace. പറശ്ശിനിക്കടവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ബന്ധമുള്ളതാണ്. നാട്ടുകാർ പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളാണ് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ. എന്റെ കയ്യിൽ കണക്കുകളുണ്ട്. പല ഈ ഇന്ത്യയിൽ 1113 സർവകലാശാലകളുണ്ട്. ഇതുപോലെ നടക്കുന്ന രാഷ്ട്രീയ ആഭാസങ്ങൾ ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. സർവകലാശാലകൾ കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് കേരളത്തിൽ. ഞാൻ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയവൽക്കരിച്ച കോളേജുകളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന മാത്രമുള്ള കോളേജിൽ 23 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. ഏറ്റവും കൂടുതൽ പവറുള്ളത് വിദ്യാർത്ഥി നേതാക്കളാണ്. രണ്ടാമത് അധ്യാപക സംഘടനയിലെ നേതാക്കൾ, മൂന്നാമതാണ് പ്രിൻസിപ്പൾ വരുന്നത്. അപ്പം എനിക്ക് ആ സീറ്റിലിരിക്കണമെങ്കിൽ ഇവരുടെ ദയ വേണം. ഈ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക സമൂഹം വെറും അടിമകളായി മാറി. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ 11 വർഷമായി BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് എന്ത് കാവ്യവൽക്കരണമാണ് നടന്നത്? സിലബസിൽ എന്തെങ്കിലും കാവ്യവൽക്കരണം നടന്നിട്ടുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ എന്തെങ്കിലും കാവ്യവൽക്കരണം നടത്തിയിട്ടുണ്ടോ? കേരള സർവകലാശാലയെ നശിപ്പിക്കുന്നത് റെഗുലറായ സിൻഡിക്കേറ്റാണ്. എത്ര വിദഗ്ധന്മാരാണ് നമ്മുടെ സിൻഡിക്കേറ്റിലുള്ളത്? ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന തരത്തിൽ മലയാളി കുട്ടികളും മറ്റ് സ്റ്റേറ്റിൽ വരുന്ന കുട്ടികളാണ് കൂടുതൽ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരെ. നമ്മുടെ കുട്ടികൾ വളരെ അന്തർമുഖത്വമാണ്. ഇവർ സംഘം ചേരുമ്പോഴുള്ള ബലമേ ഉള്ളൂ. കേരളത്തിലെ സ്കൂളിലും കോളേജിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടും, ഉയർന്ന റാങ്ക് കിട്ടും, പക്ഷേ ക്വാളിറ്റി വരുന്നില്ല. ഞാൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ മാത്രം പഠിച്ച ഒരാളാണ്. പക്ഷേ എന്റെ അടുത്ത തലമുറയെ ഗവൺമെന്റ് വിദ്യാലയത്തിൽ വിടാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഈ സമരാഭാസം നടത്തുന്നവരുടെ മക്കളാരും ഗവൺമെന്റ് സ്കൂളിലല്ല പഠിക്കുന്നത്. അവരുടെ മക്കളെല്ലാം പുറം രാജ്യങ്ങൾ. എന്റെ കയ്യിൽ കണക്കുകളുണ്ട്. പല ഈ ഇന്ത്യ ഈ കുട്ടികൾ ജനിച്ച A+ന് വേണ്ടിയിട്ടാണ് നയിച്ചുള്ള വിചാരം. നിങ്ങൾ A+ന്റെ കഥയൊന്നും പറയണ്ട കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഈ A+ കിട്ടിയ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്. ഈ കുട്ടിയും അമ്മയും കൂടി വരുന്ന ഒരു രംഗമുണ്ട് സ്റ്റേഷനിൽ. കാരണം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ CCTV ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ കോമഡി സിനിമയൊന്നും കാണണ്ട. ഈ അമ്മേന്റെയും മോളെയും വരുത്ത് കണ്ടാൽ മതി. ഈ ആ മോള് ഈ A+ കിട്ടിയതോടുകൂടി ഐഫോൺ ആണെങ്കിൽ ഇങ്ങനെയാ പിടിക്കുക. പണ്ടത്തെ പിന്നെ വീഡിയോഗ്രാഫർ ലൈറ്റ് പിടിക്കൂല ഒരു സാധനം, അതേപോലെ ഇതെല്ലാരും കാണും ഐഫോൺ ഇങ്ങനെ നടക്കും. ആ കുട്ടിക്ക് ഒരു ബാഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ കുട്ടി എങ്ങനെല്ലോ ഒപ്പിച്ചൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം. അമ്മ ബേക്കില് അതിന്റെ ബാഗും അതിന്റെ വാട്ടർ ബോട്ടിലും അമ്മാണെങ്കിൽ റേഷൻ പിടിയാൽ അരിയെല്ലാം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുന്നള്ളിക്കാണ് കുട്ടീനെ. അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്നിട്ട് ഈ അമ്മ പറയാ PCC വേണം. PCC വേണം എന്ന് പറയുമ്പോ പോലീസ് ഉടനെ പറയുന്നത് എന്താ അറിയോ? ഒരു അപേക്ഷ എഴുതു. അപ്പൊ കുട്ടി ചോദിക്കും എന്ത്? ഇംഗ്ലീഷ് A+ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മലയാളത്തിൽ അപേക്ഷ ഒന്നും മനസ്സിലാവാത്തത് നമ്മൾ പറയും അപ്ലിക്കേഷൻ. അപ്പൊ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് കുട്ടീന്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ട്, കുട്ടീന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, കുട്ടീന്റെ കയ്യിൽ റീചാർജ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, എല്ലാ സംഗതിയുണ്ട്, എല്ലാ സാധനമുണ്ട്, ചീർപ്പുണ്ട്, ആ ബാഗിലെല്ലാം ഉണ്ട്. പക്ഷെ അപേക്ഷ എഴുതാൻ വന്ന പേപ്പർ ഇല്ല,
പെന്നില്ല, കടലാസുമില്ല. ഈ കുട്ടി പോലീസിനോട് ചോദിക്കും ഒരു പേപ്പർ തരുമോ? അങ്ങനെ പേപ്പർ കൊടുത്താൽ ചോദിക്കും പെന്നുണ്ടാവുമോ? അങ്ങനെ PCCക്ക് വേണ്ടി പെന്നും പെൻസിലും ഒക്കെ പോലീസ് കൊടുത്തിട്ട് എഴുതാനിരിക്കുമ്പോൾ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട് A+. പെൺകുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാൾ മികച്ച പഠനം നടത്തുന്നത് പെൺകുട്ടികളാണ് ഈ ലോകത്ത്. ആ പെൺകുട്ടി ആരുടെ പേരിലാണ് അപേക്ഷ എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാ ദ സൂപ്രണ്ട് ഓഫ് പോലീസ്. ഇത് കേട്ടതും A+ ഇല്ലേ, ഇങ്ങനെ ഭരതനാട്യത്തിൽ ഏതോ ഒരു ഭാവം ഇങ്ങനെ വരും ആ കുട്ടിക്ക്. എന്റെ ആ കുട്ടി പോലീസോട് ചോദിക്കുക ഈ പ്രായം കൊണ്ട് കുട്ടി ഉരുളുകയാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞും കിട്ടാണ്ടാവുമ്പോ അമ്മ പറയുന്ന വേഗം ഇത് എന്ന് അമ്മ പറയുമ്പോഴും കുട്ടി ഇങ്ങനെ ശബ്ദത്തോടു കൂടി നിൽക്കുമ്പോ ഒരു 15 മിനിറ്റിന് ശേഷം ഈ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പൈസ കൊടുത്താൽ എഴുതി തരുവാരെങ്കിലും. ഞാനിതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന നഗ്നമായ വിശ്വാസം ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്ന മനുഷ്യർ ഈ കേരളത്തിനകത്തുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, അവരെല്ലാവരും വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളെല്ലാം സ്വന്തം മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തിന് ഏറെ ബഹുമാനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകതയാണ് സ്വന്തം വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തെ അതിലേറെ ബഹുമാനത്തോടെ കാണുന്നവരാണ് മലയാളികൾ, കേരളക്കാർ. അതാണ് കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകത. കേരളത്തിലെ പൊതുവിദ്യാലയത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു ആചാരത്തിനും ഒരു മതവിശ്വാസത്തിനും എതിരല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുന്നത് മതവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മതവിശ്വാസത്തെ കൂടി ബഹുമാനിക്കാൻ വേണ്ടി. ബാലസംഘം സമ്മേളനത്തിൽ കൊലക്കേസ് പ്രതി. ബാലസംഘം ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിലാണ് CPM പ്രവർത്തകനായ ശ്രീജിത്ത് എത്തിയത്. തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ശ്രീജിത്ത്. കേരളനാട്ടിലെ കുട്ടികളെ മലയാളത്തിലെ കേരളത്തിൽ വലിയ പാരമ്പര്യമുള്ള സംഘടനയാണ് ബാലസംഘം. EK നായനാരും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും ഒക്കെ ആയിരുന്നു ബാലസംഘത്തിന്റെ സ്ഥാപക ഭാരവാഹികൾ. അപ്പോൾ പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം, ഈ മുദ്രാവാക്യങ്ങളാണ് അവരുടെ ലക്ഷ്യങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ആ മഹോന്നത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെറ്റായ മാതൃകകൾ ബാലസംഘത്തിന്റെ വേദികളിൽ എത്തുന്നത് എന്നാണ് വരുന്ന ചോദ്യം. ഒരു കൊലക്കേസ് കുറ്റവാളിക്ക് ബാലസംഘം പരിപാടിയിൽ എന്താണ് റോള്? അങ്ങനെയാണെങ്കിൽ ഈ മുദ്രാവാക്യങ്ങളിൽ നിന്നും മാറിപ്പോയി ഈ തെറ്റായ മാതൃകകളെ ഉയർത്തിക്കാട്ടുകയാണ് ആ സംഘടനയെന്ന് നിസ്തർക്കം പറയേണ്ടി വരും. പറശ്ശിനിക്കടവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ബന്ധമുള്ളതാണ്. നാട്ടുകാർ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളാണ് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ. മലയാളികളെ